നമസ്കാരം പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനാർദ്ദനൻ മൂക്കുതല. സ്നേഹം കൊണ്ട് ലോകത്തെ ജയിക്കാം എന്ന് വിശ്വസിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മൂക്കുതലയിലെ മൂച്ചിക്കൽ പ്രദേശത്തെ സാംസ്കാരിക നേതൃത്വമായ ജ്വാല സാംസ്കാരിക നിലയം സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിന്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ജാതിയും മതവും പറഞ്ഞ് മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ കെട്ടകാലത്ത് മനുഷ്യത്വത്തിന്റെ വലിയൊരു പാഠം നമ്മുടെ നാട് ഇവിടെ കാണിച്ചു തരികയാണ്. എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും ആബാലവൃദ്ധം ജനങ്ങളാണ് ഈ ഇഫ്താർ വിരുന്നിലേക്ക് ഒഴുകിയെത്തിയത്. ഇവിടെ ആരും അപരിചിതരല്ല. മതം നോക്കിയല്ല, മനുഷ്യത്വം നോക്കിയാണ് ഇവിടെ ഓരോരുത്തരും കൈകോർക്കുന്നത്. എത്ര സുന്ദരമായ കാഴ്ചയാണിത്. മുസ്ലിം സഹോദരങ്ങൾക്കൊപ്പം അവരുടെ നോമ്പുതുറയിൽ പങ്കുചേരാൻ ഇതര മതസ്ഥരായ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും എത്തിയിരിക്കുന്നു. വെറുതെ വരികയല്ല, പലരും അന്നേ ദിവസം റമളാൻ വ്രതം എടുത്തുകൊണ്ടാണ് ഈ വിരുന്നിനെത്തിയത്. മറ്റുള്ളവരുടെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ഇത്രത്തോളം ബഹുമാനിക്കാൻ കഴിയുന്നത് നമ്മുടെ നാടിന്റെ മാത്രം പ്രത്യേകതയാണ്. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയും താല്പര്യങ്ങൾക്ക് വേണ്ടിയും ഭിന്നിപ്പിന്റെ വിത്തുകൾ വിതയ്ക്കാൻ പല കോണുകളിൽ നിന്നും ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ അത്തരം നീക്കങ്ങളെയെല്ലാം നിഷ്പ്രഭമാക്കുന്നതാണ് ഇങ്ങനെയുള്ള കൂടിച്ചേരലുകൾ. നമ്മൾ ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ സ്നേഹത്തിന്റെ ആ വൻമതിലിനെ തകർക്കാൻ ആർക്കും കഴിയില്ല. സ്നേഹമുള്ള മനുഷ്യർ ഒന്നിച്ചു നിൽക്കുമ്പോൾ നമ്മൾ ഒരിക്കലും തോറ്റുപോവില്ല. നാടിന്റെ നന്മയും ഐക്യവും കാത്തു സൂക്ഷിക്കാൻ ജ്വാല നടത്തുന്ന ഇത്തരം മുന്നേറ്റങ്ങൾക്ക് എന്നും നേതൃത്വം നൽകുന്ന ജ്വാല സാംസ്കാരിക നിലയത്തിന്റെ പ്രസിഡന്റ് ശ്രീ സുരേഷിന്റെ വാക്കുകളിലേക്ക്. ഇപ്പോൾ നമ്മുടെ ജ്വാല സാംസ്കാരിക നിലയത്തിൻ്റെ ഈ വർഷത്തെ ഇഫ്താർ മീറ്റും അതുപോലെ തന്നെ ജനറൽ ബോഡി യോഗവും കൂടി ഇപ്പോൾ നമ്മളിവിടെ നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്വാഗത പ്രസംഗം പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാ കാലത്തും എല്ലാവിധ ആഘോഷങ്ങളും ഒരു ഗ്രാമത്തിന് ഉത്സവമായിട്ട് നമ്മളിവിടെ നടത്താറുണ്ട്. ജ്വാലയുടെ നേതൃത്വത്തിൽ എല്ലാ തവണയും, ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ ഓണാഘോഷം ഇവിടെ എല്ലാവർക്കും ഒരിക്കലും മറക്കാൻ വയ്യാത്ത തരത്തിലുള്ള ഒരു ആഘോഷമാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു. അത് ഓരോ വർഷവും നമ്മുടെ പ്രവർത്തനം കൂടുതൽ മികവാർന്ന രൂപത്തിൽ നടത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറുണ്ട്. അതിന് നാട്ടുകാരെ എല്ലാവരും നല്ല പിന്തുണയും സഹകരണമൊക്കെ നൽകാറുണ്ട്. നമുക്കറിയാതെ ഏതാണ്ട് ജ്വാല രൂപം കൊണ്ടിട്ട് 30 വർഷത്തോളം ആയി. ഒരു 96-97 കാലഘട്ടത്തിലാണ് ജ്വാലയുടെ രൂപീകരണം ഇവിടെ നടക്കുന്നത്. മുന്നേ ഉള്ള ക്ലബ്ബുകളെ പോലെ 1-2 വർഷം പ്രവർത്തിച്ചതിന് മുന്നേ ക്ലബ്ബുകളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ 1-2 വർഷം പ്രവർത്തിച്ചിട്ട് അവരുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടമായിരുന്നു. പക്ഷേ ജ്വാലയ്ക്ക് എല്ലാ സമയത്തും നല്ല രൂപത്തിലൊരു പ്രവർത്തനം ഇവിടെ നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നല്ലൊരു തലമുറേനെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. മറ്റേതൊരു പ്രദേശത്തേക്കാൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ കുട്ടികൾ മറ്റു തരത്തിലുള്ള ഒരു ചീത്ത സ്വഭാവത്തിലേക്കും പോവാതെ എല്ലാവരെയും നല്ല രൂപത്തിലുള്ള ഒരു കുട്ടികളായി വളർത്തിയെടുക്കാൻ വേണ്ടി, കുടുംബത്തിലേക്ക് വേണ്ടപ്പെട്ടവരായിട്ട്, നാട്ടുകാർക്ക് വേണ്ടപ്പെട്ടവരായിട്ട് മാറ്റിയെടുക്കാൻ ജ്വാല ശ്രമിക്കാറുണ്ട്. നാട്ടിലുള്ള എല്ലാ സാംസ്കാരിക പ്രവർത്തനവും, പ്രത്യേകിച്ച് മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കൊക്കെ എതിരായിട്ടുള്ള വലിയ സമര പോരാട്ടങ്ങൾ, പ്രചാരണ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിനൊക്കെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ നാട്ടിലെ കുട്ടികൾ തെറ്റായ വഴിയിലേക്കൊന്നും പോവാതെ നമ്മുടെ നല്ല മക്കളായിട്ട്, കുടുംബത്തിന് വേണ്ടപ്പെട്ടവരായിട്ട്, നാട്ടിന് വേണ്ടപ്പെട്ടവരായിട്ട് മാറുന്ന ഒരു സ്ഥിതിവിശേഷം നാട്ടിലുണ്ട്. ഇത് മറ്റ് പല മേഖലകളിൽ ഇല്ലാത്തൊരു കാര്യമാണ്. നമ്മുടെ സമീപ ദേശങ്ങളിലുള്ള തന്നെ മാതാപിതാക്കൾക്കൊക്കെ വലിയ മനപ്രയാസമാണ് ഈ കുട്ടികൾ ചീത്ത വഴികൾ. ഇപ്പോൾ അതിനുള്ള സാധ്യത നല്ല കൂടുതലുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കുട്ടികളൊക്കെ ആകെ വഴി തെറ്റിപ്പോകുന്ന, അല്ലെ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ടു പോകുന്ന നമ്മുടെ സമീപ പ്രദേശം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. അത് സത്യത്തിൽ പറഞ്ഞാൽ നാടിന് വലിയ ദോഷമാണ്. മാത്രമല്ല കുടുംബത്തിന് അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഒരു നാട്ടിലെ തലമുറ, ചെറുപ്പക്കാർ എല്ലാ തിന്മകൾക്കും അല്ലെങ്കിൽ ഈ ദുഷിച്ച സാമൂഹ്യ വിരുദ്ധമായ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുമ്പോൾ തന്നെ ആ നാട് നന്നാവും. അങ്ങനെ ഒരു വിശ്വാസം, അങ്ങനെയുള്ള പ്രവർത്തനം നമുക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയൊരു മേന്മയായിട്ട് എനിക്ക് പറയാനുള്ളത്, അഭിമാനത്തോടു കൂടി തന്നെ പറയാനുള്ളത്. എന്തായാലും നമ്മുടെ ഈ ഇത്തവണത്തെ നമ്മുടെ
ഇഫ്താർ മീറ്റും വളരെ ഭംഗിയായിട്ട് ഇവിടെ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ആൾക്കാർ വരുന്നേ ഉള്ളൂ. നോമ്പ് തുറ പറഞ്ഞാൽ 6:37 അതിനനുബന്ധമായിട്ടാണ് നമ്മൾ ഈ ഒരു ജനറൽ ബോഡി കൂടുന്നതെന്നൊക്കെ എല്ലാവർക്കും നമ്മുടെ പ്രവർത്തനങ്ങളൊന്നും അറിയും കൂടെ വേണമല്ലോ. അപ്പോൾ അത് നമ്മൾ ബോധപൂർവം തന്നെ ഇതിലിടയ്ക്ക് നമ്മൾ ഇതും കൂടെ ഒന്ന് നടത്താം എന്ന് വിചാരിക്കും. മറ്റേ ഞങ്ങളെ കുറച്ച് ആൾക്കാർ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു 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 ജനറൽ ബോഡി യോഗമൊക്കെയാണ് വരാറുള്ളത്. അപ്പോൾ ഇതിൽ നാനാവിധ ആബാലവൃദ്ധം ജനങ്ങളും വരിക എന്നുള്ളത് ഒരു പ്രധാനമാണ്. അപ്പം നിങ്ങൾക്ക് അറിയണ പോലെ തന്നെ ഇപ്പോൾ നമ്മളിവിടെ കഴിഞ്ഞ തവണ ഓണത്തിന് നമ്മുടെ നാട്ടിൽ എവിടെയും ഇല്ലാത്ത ലെവലിൽ ഒരു നമ്മുടെ സമീപ പ്രദേശങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ എല്ലാ വീടുകളിൽ നിന്നും ഭക്ഷണം കൊണ്ടുവന്നിട്ട് നാനാജാതി മതസ്ഥർ ഒരുമിച്ച് പാചകം ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന പാചകം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം കൊണ്ടുവന്നിട്ട് കഴിക്കുന്ന ഒരു കാര്യം നമ്മളിവിടെ നടപ്പാക്കി. 2 വർഷം മുമ്പാണ് നമ്മളത് നടപ്പാക്കി. നമ്മുടെ പ്രിയപ്പെട്ട അശോകൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അത്. അദ്ദേഹത്തെ കാലഘട്ടത്തിൽ നമ്മൾ നടപ്പാക്കി. ആ ഒരു വർഷം പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട രാമേട്ടൻ മരണപ്പെട്ടതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം അത് കഴിഞ്ഞതിൻ്റെ അപ്പുറത്തെ വർഷം നടക്കാതെ പോയത്. ഈ വർഷം തന്നെ അത് നമ്മൾ വളരെ വമ്പിച്ച വിപുലമായ രീതിയിൽ നടത്തി. അതിൽ വന്ന ആൾക്കാർ ഇപ്പോൾ ഷംസുഖാനെ പോലുള്ള ആൾക്കാരൊക്കെ നമ്മളോട് അത്രമാത്രം സന്തോഷം സ്നേഹമാണ് പറയുന്നത്. ഇപ്പോൾ ജനുവേട്ടനെ പോലുള്ള ആൾക്കാർ, ജനുവേട്ടനൊക്കെ അതിശയപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ വലിയൊരു സംഭവമാണ്. എന്താ വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ജാതിയുടെ മതത്തിൻ്റെയൊക്കെ പേരിൽ മനുഷ്യന്മാരെ എങ്ങനെ അകറ്റുന്ന ഒരു സമീപനമാണ് പിന്നെ കുറച്ച് കാലങ്ങളായി നടക്കുന്നത്. ഈ ഉത്തരേന്ത്യൻ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ നമ്മൾ പത്രത്തിലും മാധ്യമത്തിലും അറിയുന്നതാണ്. ജാതി മതത്തിൻ്റെ പേരിൽ മനുഷ്യന്മാരെ തമ്മിൽ ഭിന്നിപ്പിച്ചുകൊണ്ട് അവരെ തമ്മിൽ തല്ലുപിടിച്ചുകൊണ്ട് രാഷ്ട്രീയപരമായ മുതലെടുപ്പ് നടത്തിയിട്ട് അങ്ങനെയുള്ള നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എൻ്റെയൊക്കെ മനസ്സിലെ വലിയൊരു സ്വപ്നം എന്താ വെച്ചാൽ നമ്മളൊക്കെ വളർന്നൊരു ചുറ്റുപാടിൽ നമ്മുടെ കുട്ടികൾ വളരണം എന്നുള്ളതാണ്. എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന എല്ലാ നാനാജാതി മതസ്ഥർ ഒരുമിച്ച് കഴിയുന്ന രൂപത്തിൽ നമ്മുടെ കുട്ടികളെ നമുക്ക് നമ്മൾ വളർന്ന ആ ചുറ്റുപാടിൽ നിന്ന് നമ്മൾ ഓണവും പെരുന്നാളും വിഷുവൊക്കെ ഒരുമിച്ച് ആഘോഷിക്കണ ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ വളരണം എന്നാണ് എൻ്റെയൊക്കെ മനസ്സിലുള്ള വലിയൊരു ആഗ്രഹം. അപ്പം ഞങ്ങളോട് അനുബന്ധമായിട്ടൊരു കാര്യം കൂടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സമയം കുറവാണ്. ഇപ്പോൾ ഞാനിവിടുന്ന് വീട് മാറുന്ന ഒരു അടുത്തതായി ജ്വാല സാംസ്കാരിക നിലയത്തിന്റെ സെക്രട്ടറി അർഷാദ് സംസാരിക്കുന്നു. ജ്വാലയുടെ വരാനിരിക്കുന്ന പദ്ധതികളെക്കുറിച്ചും പ്രവർത്തന രീതികളെക്കുറിച്ചുമുള്ള സുപ്രധാനമായ കാര്യങ്ങളാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. സംഘടനയുടെ ആഭ്യന്തരമായ ചർച്ചകളും പ്രവർത്തന രഹസ്യങ്ങളും ഉൾക്കൊള്ളുന്ന പ്രസംഗമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. എങ്കിലും ആവേശകരമായ ആ പ്രസംഗത്തിന്റെ ചില നിമിഷങ്ങളിലേക്ക് നമുക്ക് നോക്കാം. അതുകൊണ്ടാണ് ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ജനറൽ ബോഡി യോഗം വെച്ചിട്ടുള്ളത്. പ്രധാനമായിട്ട് നമ്മൾ ജോല 1997 ജോല ആർട്സ് ആൻഡ് സ്പോർട്സ് എന്ന രീതിയിൽ ഈ പ്രദേശത്ത് രൂപീകരിച്ചത്. അതിനുശേഷം 2017 നമ്മൾ ജോല സാംസ്കാരിക എന്ന രീതിക്ക് മാറ്റം വരുത്തുകയും നമ്മൾ രാജേട്ടൻ്റെ അവിടെ ഒരു റൂം താൽക്കാലികമായിട്ട് തുടങ്ങുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ 2021 സ്വന്തമായിട്ട് സ്ഥലം വാങ്ങുകയും ഒരു കമ്മിറ്റി പെട്ടെന്ന് രൂപീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്ഥലം വാങ്ങുന്നതിനായിട്ടും ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിനായിട്ടും നമ്മൾ പ്രവർത്തകരിൽ നിന്നാണ് അതിനുള്ള ഫണ്ട് സ്വരൂപിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ബിരിയാണി ചലഞ്ച് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം നടത്തിയിട്ടാണ് നമ്മൾ ഈ സ്ഥലം വാങ്ങുകയും ഈ കെട്ടിടം നിർമ്മിക്കുകയൊക്കെ ചെയ്തത്. ചടങ്ങുകളും പ്രസംഗങ്ങളും ഇവിടെ അവസാനിക്കുകയാണ്. എന്നാൽ ഈ വീഡിയോ ഇവിടെ തീരുന്നില്ല. ഇനിയാണ് ഈ ഇഫ്താർ വിരുന്നിലെ ഏറ്റവും ഹൃദ്യമായ ദൃശ്യങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത്. സ്നേഹം പങ്കുവെക്കുന്ന ആ നോമ്പുതുറയുടെ നിമിഷങ്ങളും നാടിന്റെ നാനാഭാഗത്തു നിന്നും എത്തിയവരുടെ ഒത്തുചേരലുകളും അങ്ങനെ കണ്ടു തീർക്കാൻ ഇനിയുമുണ്ട് ഒരുപാട് കാഴ്ചകൾ. അതുകൊണ്ട് തന്നെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. അവസാനം വരെ കൂടെ ഉണ്ടാവണം. നമ്മുടെ നാടിന്റെ ആ ഒരുമയുടെ ബാക്കി കാഴ്ചകളിലേക്ക് കൂടി നമുക്ക് പോകാം. പാരിജാതപ്പൂവനിയിൽ നിറ പാൽനിലാവോ ത്വാഹ തിരുനബി അകലെ മദീനയിൽ ഒളിലെങ്കി തിളങ്ങിയ ത്വാഹനൂറൊളിവേ നിറ അഹദിനധിപതിയുടയവനേകിയ നൂറ് സ്വല്ലല്ലാഹ് ത്വാഹ നബിയുല്ലാഹ്. പാരിജാതപ്പൂവനിയിൽ നിറ പാൽനിലാവോ ത്വാഹ തിരുനബി അകലെ മദീനയിൽ ഒളിലെങ്കി
തിളങ്ങിയ വാഹനൂറൊളിവേ നിറ അഗതിനധിപതിയുടയവനേകിയ നൂറ് പനയോലക്കൂരക്കുള്ളിൽ പരിവാരമില്ലാതെന്റെ ആറ്റൽ റസൂലും പിറന്നു. ഈണങ്ങൾ രാഗങ്ങളും പാടുന്നി ഗാനങ്ങളും ത്വാഹ റസൂലിൽ മികന്നു. പനയോലക്കൂരക്കുള്ളിൽ പരിവാരമില്ലാതെന്റെ ആറ്റൽ റസൂലും പിറന്നു. ഈണങ്ങൾ രാഗങ്ങളും പാടുന്നി ഗാനങ്ങളും ത്വാഹ റസൂലിൽ മികന്നു. മദദേ ത്വയ്ബ വസന്തം മധുരം ത്വാഹ സുഗന്ധം. മദദേ ത്വയ്ബ വസന്തം മധുരം ത്വാഹ സുഗന്ധം. പാരിജാത പൂവനിൽ നിറ പാൽനിലാവോ ത്വാഹ തിരുനബി അകലെ മദീനയിൽ ഒളിരങ്ങി തിളങ്ങിയ ത്വാഹനൂറൊളിവേ നിറ അഗതിനധിപതിയുടയവനേകിയ നൂറ് ത്വായിഫിൽ നബിയോര് ചെന്ന് കുഞ്ഞുമക്കൾ കല്ലെറിഞ്ഞ് ഖാതിമുൻ നബിയോരെ കാലിൽ രക്തമൂലിച്ചു. ഉടനെ ജിബിരിയിലും മണഞ്ഞ് ജനതയിൽ നാശം ഒഴിഞ്ഞ് ഉദയമാം ത്വാഹ റസൂലും നാശം തടഞ്ഞ് മോക്ഷം കനിഞ്ഞ്. മന്ദഹാസപ്പൂവിടർന്നു മാനസം മദ്ഹിൽ കുളിർന്നു. മിസ്ക് വീശും സ്നേഹരൂപം മക്കയിൽ വന്നു ഹക്കതും തന്നു. കഥനത്താലെ വരുവോർക്കെന്നും കനിവ് നൽകും ത്വാഹ റസൂലെ. കരുണാമയനാം നാഥൻ ഏകിയ കരുണ വിതറും രാജവസീലെ. മക്കദേശം വിട്ടൊരു നാളിൽ ഹിജ്ർ പോയി മദീനത്തേക്ക് മുത്ത് ത്വാഹയെ വരവേൽക്കാനായി മുത്തഖീമാം മൻസ്വാറുകളും. കഥനത്താലെ വരുവോർക്കെന്നും കനിവ് നൽകും ത്വാഹ റസൂലെ. കരുണാമയനാം നാഥൻ ഏകിയ കരുണ വിതറും രാജവസീലെ. ബദർ കളത്തിലും മടറാടി ത്വാഹ പരിശുദ്ധ ദീനിൻ കൊടി നാട്ടി. മലക്കുകളും അതിലണവായി ബദർ 313 ഫത്ഹായി. ബദർ യുദ്ധകളത്തിലും മടറാടി ത്വാഹ പരിശുദ്ധ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ദീനിൻ കൊടി നാട്ടി മലക്കുകളും അതിലണവായി ബദർ 313 ഫത്ഹായി. ഇതിഹാസങ്ങൾ തീർത്ത നബി ഇരുലോകത്തിൻ സബബ് നബി. ഇതിഹാസങ്ങൾ തീർത്ത നബി ഇരുലോകത്തിൻ സബബ് നബി. ഇടറും വഴിയിൽ ഇരുളിൽ പ്രഭയും ഇടറും വഴിയിൽ ഇരുളിൽ പ്രഭയും തരളിതമാം നൂറുള്ള അഴകാണൻ സ്വല്ലല്ലാഹ് അഹദോന്റെ ഹബീബുള്ള. സാരസാരസ സൗമ്യസാരം സർവരിൽ സംഹാരം സയ്യിദുൽ കൗനൈനി ത്വാഹ സന്നിധി സൗഭാഗ്യം. സാരസാരസ സൗമ്യസാരം സർവരിൽ സംഹാരം സയ്യിദുൽ കൗനൈനി ത്വാഹ സന്നിധി സൗഭാഗ്യം. സത്യസ്നേഹിതരേ മുസമ്മിൽ സഹനസാഗരമീനേ സർവ സൃഷ്ടിയിലായി സുഗന്ധം വീശിടും തിരുജീവേ. അന്ന് മക്ക നാട്ടിലായൊരു പൊൻപിറന്നില്ലേ. തിക്ക് മക്ക ദേശമാകെ പ്രഭ പരന്നില്ലേ. കിബറിനാലെ കോട്ട കെട്ടിയവർ തളർന്നില്ലേ. കുഫ്രിയത്തിൻ തലവരൊക്കെ മൺതകർന്നില്ലേ. നെഞ്ചിനുള്ളിൽ ചേർത്തു വെക്കാൻ മുഞ്ചിന
കണ്ടാലൊരു നൂറതുണ്ടേൽ കഞ്ചുകം മഹമൂദ് നൂറേ യാ റസൂലല്ലാഹ് യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും യാ റസൂലല്ലാഹ് നൂറെ രാജാ നബീന കാമിലാണൻ ലസീന നൂറെ രാജാ നബീന കാമിലാണൻ ലസീന നൂറെ രാജാ നബീന കാമിലാണൻ ലസീന കഴിവിനാൽ ത്വാഹ ഫളിലിനാൽ അഴകിനാൽ ത്വാഹ മികവിലായി കഴിവിനാൽ ത്വാഹ ഫളിലിനാൽ അഴകിനാൽ ത്വാഹ മികവിലായി സ്നേഹസാഗരം ത്വാഹയാ സത്യമാസ്വരം കാവലാ സ്നേഹസാഗരം ത്വാഹയാ സത്യമാസ്വരം കാവലാ തിരുനബിയോരുടെ മൊഴിയും നുകർന്ന് തിരുഗുരുപാതയിൽ അവരും ചേർന്ന് തിരുനബിയോരുടെ മൊഴിയും നുകർന്ന് തിരുഗുരുപാതയിൽ അവരും ചേർന്ന് അവരിൽ പ്രിയരാണ് സ്വഹാബാക്കൾ പരിഹാരമാം പരിപൂർണരാം ത്വാഹ പരിപാവനം പരിശോഭിതം രാജാ പരിഹാരമാം പരിപൂർണരാം ത്വാഹ പരിപാവനം. ഇത്രയും ഗംഭീരമായ ഒരു പരിപാടി സംഘടിപ്പിച്ച ജ്വാലയുടെ പ്രവർത്തകർ അഭിനന്ദനം അർഹിക്കുന്നു. നാടിന്റെ നന്മയ്ക്കായി എന്നും മുന്നിൽ നിൽക്കുന്ന ഇത്തരം കൂട്ടായ്മകളാണ് നമ്മുടെ കരുത്ത്. ഈ ഇഫ്താർ വിരുന്നിൽ എനിക്കും പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഈ മനോഹരമായ നിമിഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിലും അഭിമാനമുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ അറിയിക്കുക. മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എന്റെ രാഗം ത്വാഹ നബീന പെരിയോനെ എന്റെ മോഹം സ്നേഹമദീന